I am Jyotika Mitran from class 4th D. I am come with a story. This is the story. Jealousy. Once upon a time, there lived two friends living in a village, Sonu and Minnu. Minnu has a puppy. Its name is Fluffy. Near the village, it is a forest. They like to go to the forest. Minnu had a big book of stories. In the border of the forest, it is a big tree. They like to sit under the shadow of the tree and read the big book of stories. When Minnu read the story, the animals come there for hearing the Minnu story. And butterflies flew around the Minnu. But Sonu not to read will read, but Sonu will read, not come much will Minnu read. After one day, Minnu go to the Sonu's house. That time, Minnu said to the Sonu, Sonu, come to the forest, we can enjoy and read the storybook. But Sonu still, I will never come to the forest with you. I don't like you. Hearing these words, the mother come there and tell, Sonu, do not tell like that. That is not the good natural for good children. The God give the different ability to people. Don't be jealous of it. Hearing this mother's word changed Sonu, and Sonu tell sorry to the Minnu, and they have again best friends. After they go to the forest and happily read the big story book and enjoy. The moral of the story is, do not be jealous of anyone. Do you like the story? Yes. Thank you. നമസ്കാരം, എൻ്റെ പേര് അമീൻ സാബി. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമുക്കിന്നൊരു കഥ പഠിച്ചാലോ? എൻ്റെ കഥയുടെ പേര് മീനുവും 4 കോഴികളും. പണ്ട് ഒരു ഗ്രാമത്തിൽ മീനു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ വീട്ടിൽ 4 കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ മീനു അവർക്ക് പേരിട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് ഒന്ന് നീലി, ഒന്ന് പിങ്കി, ഒന്ന് ബ്ലാക്കി, ഒന്ന് ഗ്രീനി. ഇത്രയും കോഴിക്കുഞ്ഞുങ്ങൾ മീനുക്ക് സഹായം ചെയ്യുമായിരുന്നു. അവയിൽ നീലി പൂവൻ കോഴിയായിരുന്നു. ബാക്കി 3 കോഴികളും പെടക്കോഴികളായിരുന്നു. ആ 3 പെടക്കോഴികളും ദിവസവും 3 മുട്ട മീനുവിന് ഇട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ മീന് ചെറിയ പ്രായമായതിനാൽ മീനുവിന് ഒന്നും കോഴികൾക്ക് ആഹാരം ആവശ്യമുണ്ടെന്ന് ഒന്നും അറിയില്ലായിരുന്നു. ഒരു ദിവസം നാട്ടിൽ വേനൽക്കാലം വന്നു. വേനൽക്കാലത്ത് പുല്ലുകളെല്ലാം വരണ്ടുപോയി. കോഴികൾക്ക് ആഹാരം കിട്ടാതെയായി. ആ സമയത്ത് കോഴികൾ അസുഖം പ്രാപിച്ചു കിടന്നു. മീൻ ഒരു ദിവസം അതെല്ലാം കണ്ടിട്ട് സങ്കടത്തോടെ ആഹാരം കഴിച്ചിട്ടിരുന്നപ്പോൾ കുറച്ച് ആഹാരം താഴെ വീണു. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ ഓടി വന്ന് സന്തോഷത്തോടെ അതിനെ കൊത്തി തിന്നുന്നത് കണ്ടപ്പോൾ മീനുവിന് തോന്നി, ഒരിക്കലും കൂടെ ഇട്ട് നോക്കിയാലാ. മീന് ഒരിക്കലും കൂടെ അറിഞ്ഞിട്ടിട്ടു. കോഴികൾക്ക് വളരെ സന്തോഷമായി. കോഴികൾ കൊത്തി തിന്നു. അന്നു മുതൽ മീനുവിന് മനസ്സിലായി, എല്ലാ ജീവജാലങ്ങൾക്കും ആഹാരം ആവശ്യമാണ്. മീനുയുടെ വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിനാൽ മീനു കോഴിക്കുഞ്ഞുങ്ങൾക്ക് ദിവസവും ആഹാരം ഇട്ടുകൊടുത്തിട്ടിരുന്നു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആഹാരമില്ലാതെ ഒരു ജീവികളുമില്ല. അവർക്ക് ആഹാരമുണ്ടെങ്കിലേ ജീവിക്കാനാവും. നന്ദി, നമസ്കാരം. ബ്രേക്ക് ദ ചെയിൻ. നമസ്കാരം, എൻ്റെ പേര് ആൻലിയ എസ് ചന്ദ്രബാബു.
ഞാനിവിടെ ഒരു ചെറുകഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. എൻ്റെ കഥയുടെ പേര് എൻ്റെ സഖി. മനുവും മീനും കൂട്ടുകാരായിരുന്നു. അവർ പൂഞ്ചോലപ്പാടം എന്ന കൊച്ചു ഗ്രാമത്തിലാണ് വസിച്ചിരുന്നത്. ആ ഗ്രാമത്തിലെ എല്ലാ പൂക്കളോടും പക്ഷികളോടും മൃഗങ്ങളോടും ചങ്ങാത്തം കൂടിയും കളിച്ചും ചിരിച്ചും കുശലം പറഞ്ഞും പോന്നു വന്നു. മനു മഹാകുസൃതിയായ ഒരു കുട്ടിയായിരുന്നു. മനുവിൻ്റെ അമ്മ പറയുന്നതൊന്നും അവൻ അനുസരിക്കുകയില്ല. മീനു അങ്ങനെയല്ല കൂട്ടുകാരെ. മീനു നല്ല അനുസരണയുള്ള ഒരു കുട്ടിയാണ്. മനുവിൻ്റെ അമ്മ മനുവിന് ഒത്തിരി പുസ്തകങ്ങൾ വാങ്ങി നൽകുമായിരുന്നു. അവനൊന്നും വായിക്കാൻ തയ്യാറല്ല. അവൻ്റെ അമ്മ വായിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവൻ പറയും, എനിക്കിവിടെ കളിക്കാൻ പോലും നേരമില്ല. അപ്പോഴാണ് അമ്മയുടെ പുസ്തകം. എനിക്കിഷ്ടമേ അല്ല പുസ്തകം വായിക്കുന്നത്. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് അവൻ പറയുമായിരുന്നു. മീനു ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. മനുവിന് മീനുവോട് വളരെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടത്തിന് ഒരു കാരണമുണ്ടായിരുന്നു കൂട്ടുകാരെ. അവൾ ഒത്തിരി കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷികളെക്കുറിച്ചും പൂക്കളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുമായിരുന്നു. മനുവിന് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് അവർക്ക് ഈ അറിവെല്ലാം കിട്ടിയത്? ഒരു ദിവസം അവൻ ചോദിക്കുക തന്നെ ചെയ്തു, നിനക്ക് ഈ അറിവെല്ലാം എവിടെ നിന്നാണ് കിട്ടിയത്? അതിൻ്റെ സൂത്രം എനിക്കും കൂടി പറഞ്ഞു തരാവോ? മീനു അവനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. പുസ്തകശാലയോ? എനിക്ക് പുസ്തകം വായിക്കുന്നത് ഇഷ്ടമേ അല്ല. നീ വാ, എൻ്റെ അറിവിൻ്റെ ലോകം ഇവിടെയാണുള്ളത്. മീനു അവനെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു പുസ്തകം അവൾ മനുവിന് നൽകിയിട്ട് ഇത് വായിക്കാൻ പറഞ്ഞു. മീനുവിൻ്റെ നിർബന്ധം കണ്ടിട്ട് മനു മനസ്സില്ലാ മനസ്സോടെ വായിച്ചു തുടങ്ങി. അവൻ ഇത്തിരി വായിച്ചപ്പോൾ അവന് ഇഷ്ടമായി. അവൻ പിന്നെയും അത് വായിച്ചുകൊണ്ടേയിരുന്നു. അത് ഒറ്റ ഇരിപ്പിന് അവൻ വായിച്ചു തീർത്തു. എന്നിട്ട് അവന് വായനയോട് ഇഷ്ടം തോന്നി. അവർ രണ്ടുപേരും എന്നും ആ പുസ്തകശാലയിലേക്ക് പോകുമായിരുന്നു. ഒപ്പം വായിക്കുകയും ചെയ്യുമായിരുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ച് അറിവിൻ്റെ ലോകത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു. വരൂ കൂട്ടുകാരെ, നമുക്കും അറിവിൻ്റെ ലോകത്തിലേക്ക് സഞ്ചരിക്കണ്ടേ? നമുക്കും പുസ്തകങ്ങൾ വായിക്കാം. മാത്രമല്ല കൂടാതെ മറ്റുള്ളവരെ വായിക്കാൻ പ്രേരിപ്പിക്കാം. നന്ദി. നമസ്കാരം പ്രിയ കൂട്ടുകാർക്ക് എൻ്റെ കഥയിലേക്ക് സ്വാഗതം. പണ്ട് വളരെ പണ്ട് ഒരു വ്യത്യസ്തമായ ഒരു കാടുണ്ടായിരുന്നു. അവിടെ കുറേ മൃഗങ്ങളും താമസിച്ചിരുന്നു. അവിടെ വളർന്നു വരുന്ന വ്യത്യസ്തമായ പൂക്കളായിരുന്നു അവരുടെ ഭക്ഷണം. ഈ കാട്ടിൽ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ കാട്ടിൽ ഒരു മൃഗവും മറ്റൊരു മൃഗത്തെ കൊന്നു തിന്നുകയും മറ്റൊരു മൃഗത്തെ അടിമയാക്കാനും പാടില്ല. ഈ കാട്ടിന്റെ നിയമവും അത് തന്നെയാണ്. അങ്ങനെ ഈ കാട്ടിൽ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ കാട്ടിൽ ഓരോ ദിവസവും ഓരോ അനിമൽസ് ആണ് ഇവിടത്തെ രാജാവ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആനച്ചാറായിരുന്നു രാജാവാകേണ്ടത്. ആനച്ചാർ ഉറങ്ങി എണീക്കാൻ താമസിച്ച തക്കം നോക്കി മറ്റൊരു കാട്ടിൽ നിന്ന് മതമിളകിയ ആന എത്തി. മുയൽക്കുട്ടൻ കുറെ കാത്തിരുന്നിട്ട് ആനക്കുട്ടൻ വരാതനാൽ മുയൽക്കുട്ടൻ ആനക്കുട്ടനെ തേടി ഇറങ്ങി. വഴിയിൽ വെച്ച് മതമിളകിയ ആനയെ കണ്ടപ്പോൾ മുയൽക്കുട്ടൻ വിചാരിച്ചു ഇതാണ് ആനക്കുട്ടൻ എന്ന്. അങ്ങനെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ആനക്കുട്ട, ഇന്ന് നീയാ രാജാവാകേണ്ടത്. അപ്പോൾ മതമിളകിയ ആനയ്ക്ക് മനസ്സിലായി ഇവിടത്തെ ആന എന്നാണ് എന്നെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ മതമിളകിയ ആന പറഞ്ഞു, ശരി, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് മതമിളകിയ ആന സിംഹാസനത്തിൽ കയറിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. മുയൽക്കുട്ടൻ പറഞ്ഞു,
ആനക്കുട്ട നീ കാട്ടിന്റെ നിയമം തെറ്റിച്ചാണ് സംസാരിക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും മതമിളകി ആനയ്ക്ക് ദേഷ്യം വന്നു. എന്റെ ഭക്ഷണം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ആനക്കുട്ടൻ അവിടെ എത്തി. എന്നിട്ട് മുയൽക്കുട്ടനോട് പറഞ്ഞു, ഇന്ന് ഞാനാ രാജാവാകേണ്ടത്. അപ്പോൾ ഇതാരാ? മുയൽക്കുട്ടൻ ചോദിച്ചു. ആനക്കുട്ടൻ പറഞ്ഞു, ഞാനാ യഥാർത്ഥ ആന. ഇത് അടുത്ത കാട്ടിൽ നിന്ന് വന്ന മതമിളകിയ ആനയാ. അങ്ങനെ അവർ തമ്മിൽ തർക്കമായി. അങ്ങനെ അപ്പോഴാണ് നമ്മുടെ മുയൽക്കുട്ടന് ഒരു ബുദ്ധി തോന്നിയത്. മുയൽക്കുട്ടൻ പറഞ്ഞു, ആർക്കാണ് ഈ കാട്ടിന്റെ നിയമം അറിയാവുന്നത്? അപ്പോൾ നമ്മുടെ ആനക്കുട്ടൻ പറഞ്ഞു, ഒരു മൃഗവും മറ്റൊരു മൃഗത്തെ കൊന്ന് തിന്നുവാനോ മറ്റൊരു മൃഗത്തെ അടിമയാക്കാനോ പാടില്ലെന്ന്. അങ്ങനെ എല്ലാ മൃഗത്തിനും മനസ്സിലായി ഈ ആന മറ്റൊരു കാട്ടിൽ നിന്ന് വന്ന മതമിളകിയ ആനയാണെന്ന്. അവരെല്ലാരും കൂടി ചേർന്ന് ആ ആനയെ അവന്റെ കാട്ടിലേക്ക് ഓട്ടിച്ച് വിട്ടു. എല്ലാവർക്കും എന്റെ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Hello, I am Ashish Ruban. I tell you a story about the ant and the grasshopper. It was a bright day in summer. A green little grasshopper was hopping about merrily in the field. It was chirping and singing to itself without a care in the world. Soon it saw ants passing by. The ants were dragging home grains with great difficulty. You seem to be work very hard. Why not come and catch with me? Said the grasshopper to one ant. Why do not you enjoy the bright summer's day? I am helping to store food for the winter, said the ant. You should also do the same. Why bother about winter? Said the grasshopper. We have got plenty of food now. But the ant went to its own way work. When winter came, the grasshopper had no food and found itself drying of hungry. The ants happily eat up the grains from the stored they had collected in the summer. The grasshopper the ant had worked too hard on a bright summer's day. Thank you. I am Alia S. Anthony, 4th A. Storytelling. Elephant and his buddy. One day an elephant wandered into a forest in search of friends. He saw a monkey on a tree. Will you be my friend? Asked the elephant. Replied the monkey. You are too big to swim from trees like me. Next the elephant met the rabbit. Will you be my friend? Asked the elephant. Replied the rabbit. You are too big to play in my burrow. Then the elephant met the frog. Will you be my friend? Asked the elephant. How can I? Asked the frog. You are too big to live like me. The next day, the elephant saw all the animals in the forest running for their lives. The elephant asked what the matter was. The bear replied, there is a tiger in the forest. He is trying to gobble us. All the animals in the forest ran away to hide. The elephant walked up to the tiger and said, please, Mr. Tiger, do not eat up all these poor animals. Mind your own business, growled the tiger. The elephant has no choice but to give a hefty cuff. The frightened tiger ran for his life. All the animals thanked the elephant. They said, you are just the right size to be our friend. Moral, your
your inherent ability are your best quality and reason for your success. Thank you. Good morning everybody, I am S.K. Akshita. Now I am going to tell a story about Sleeping Beauty. One day there lived a king and queen. They wished a child. Their wish was true, they got a girl baby. They chose a name, Sunshine. They arranged a party. They invite all fairies and peoples, but the king told we should never invite Black Fairy. Next day they arranged a party. Fairies blessed Sunshine. Suddenly there was a blue smoke. They saw Black Fairy. She told, on your 16th birthday, before sunset, you prick on the spindle and die. She vanished. There came a young fairy. She thought, I can help. She pricked on the spindle, but she not died. She fell deep sleep. Sunshine grew and grew, became princess. She followed a ball. She came to a tower. There was an old woman spinning needle. She told, come here, child, and spin the needle. Sunshine pricked on the spindle. She fell deep sleep. Fairies decorate her. When she sleep, all animals, birds, people sleep, even king and queen. Long time ago, there came a prince. He saw many soldiers sleep. There was a pink door. He opened the door. He saw princess sleeping. He kissed her and she opened her eyes and they married. Thank you. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ ഒരു കൊച്ചു കഥ പറയാൻ പോകുന്നു. ഒരിടത്ത് ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ പേരാണ് രംഗാപുരം. അവിടെ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഒരു അമ്മയും അച്ഛനും 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഒരു അണ്ണനും ഒരു അനിയത്തിയും. അപ്പോൾ അവരുടെ പേരാണ് രാമു രാധയും. അവരുടെ വീടിൻ്റെ പിറകുവശത്തിൽ അവർക്കൊരു കൊച്ചു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ആ പൂന്തോട്ടത്തിൽ അവർക്ക് 4 കൂട്ടുകാരുണ്ടായിരുന്നു. ഒരു മാനും ഒരു മുയലും ഒരു അണ്ണാനും ഒരു പട്ടിക്കുട്ടി. ആ മാൻ്റെ പേരാണ് ടിന്നു. ആ മുയലിൻ്റെ പേരാണ് ടിന്നു. ആ പട്ടിക്കുട്ടിയുടെ പേരാണ് ലവ്ലി. ആ അണ്ണാൻ്റെ പേരാണ് ഹാപ്പി. അപ്പോൾ ഇവർ പഠിക്കാനും വായിക്കാനും കളിക്കാനും പാട്ടുപാടാനും എല്ലാത്തിനും അവിടെ വരും. അപ്പോൾ ഒരു ദിവസം പട്ടിക്കുട്ടിക്ക് ഒരു കൊച്ചു കേക്ക് കിട്ടി. ആ കേക്കിനെ എടുത്തുകൊണ്ട് പട്ടിക്കുട്ടി ഒളിച്ചിരുന്ന് കഴിക്കാൻ പോയി. അപ്പോൾ മാന് കണ്ടു. മാനും പട്ടിക്കുട്ടിയും അടിവെച്ചു. അപ്പോൾ മുയൽ കണ്ടു. മുയലും മാനും പട്ടിക്കുട്ടി അടിവെച്ചു കൊണ്ടിരുന്നപ്പോൾ അണ്ണൻ കണ്ടു. അവർ 4 അടിവെച്ചുകൊണ്ടിരുന്നപ്പോൾ രാമുവും രാധയും വന്നു. അവരെ ബഹളം കേട്ട്. അപ്പോൾ രാമു ചോദിച്ചു, എന്തിനാണ് ബഹളം? നിനക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അണ്ണൻ പറഞ്ഞു, പട്ടിക്കുട്ടിക്ക് ഒരു കൊച്ചു കേക്ക് കിട്ടി. അതവൻ കഴിക്കാൻ പോയപ്പോൾ മാന് കണ്ടു. മാനും അവർ അടിവെച്ചപ്പോൾ മുയലും കണ്ടു. അവരും അടിവെച്ചപ്പോൾ ഞാനും കണ്ടു. ഞാനും അടിവെച്ചു. ആ ബഹളം കേട്ടാണ് നിങ്ങൾ വന്നത്. അപ്പോൾ രാമു ചോദിച്ചു, ആ കേക്ക് തരൂ, ഞാൻ എല്ലാവർക്കും പങ്കു കൊടുക്കാമെന്ന്. അങ്ങനെ പങ്കു കൊടുത്ത് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി. അപ്പോൾ അവർ സന്തോഷമായി ജീവിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനാണ് ഈ കഥയുടെ അർത്ഥം എന്ന്? ഒരുമയാണ് മഹത്വം. അപ്പോൾ നമ്മളും നമ്മളെ കൂട്ടുകാരനോട് സന്തോഷമായി ജീവിക്കണം, ഒരുമയോടെ ബുക്ക് വായിക്കണം, എല്ലാം ഒരുമയോടെ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ കഥയെ ചുരുക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് ഷാജി ഷിബു. ഞാൻ പറയുന്ന കഥയുടെ പേര് ആഹാരപ്രിയനായ സിംഹവും കുറുക്കനും. ഒരു കാട്ടിൽ ഒരു സിംഹം താമസിച്ചിരുന്നു. ആ സിംഹം ഓരോ മൃഗങ്ങളെ പിടിച്ച് തിന്നുമായിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോഴും
ആ സിംഹം വയസ്സായി. അങ്ങനെ ഒരു ദിവസം ഒരു കുറുക്കൻ നടന്ന് സിംഹത്തിന് ഗുഹയുടെ മുന്നിലെത്തി. അങ്ങനെ സിംഹം ചാടി കുറുക്കനെ പിടിച്ചു. അത് കഴിഞ്ഞ് കുറുക്കൻ ചോദിച്ച്, എന്നെ വിടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാ മൃഗങ്ങളെയും വിളിച്ച് ഇങ്ങോട്ട് തരികയാണെന്ന്. അപ്പോൾ സിംഹം ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറുക്കൻ ഓടിപ്പോയി കുറച്ച് മൃഗങ്ങളെ പറ്റിച്ച് അങ്ങോട്ട് അയച്ചു. അത് കഴിഞ്ഞിട്ട് സിംഹം ചാടി അവരെ പിടിച്ച് തിന്നി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പോയതോളും ആ സിംഹം മൊത്തവും കഴിച്ച് മൃഗങ്ങളെ തീർത്തു. അങ്ങനെ അവിടെ ഒരു തുള്ളി മൃഗങ്ങളില്ലാതായി. അങ്ങനെ അവസാനം ഒരേ ഒരു മൃഗം മാത്രമല്ല, ആ കുറുക്കൻ നടന്ന് ഒളിച്ചിരുന്ന് സിംഹത്തിന് ഗുഹയുടെ മുന്നിൽ നോക്കിയപ്പോൾ അവിടെ എല്ലാ കാലിലുള്ള അകത്തേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. ഒരെണ്ണം പുറത്തേക്കൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ കുറുക്കൻ അത് കണ്ടതിന് ശേഷം ഓടി വേറൊരു കാട്ടിലേക്ക് പോയി. ആ സമയം ആ ദിവസം കഴിഞ്ഞ് ആ കാട്ടിലെത്തിയതും അവിടെ പതിയെ കഴിച്ച് രസിച്ച് നടന്നു. ആ കണ്ടുവരാ സിംഹം ഒന്നും വരില്ലെന്ന് വിചാരിച്ചു ആ സിംഹം. അങ്ങനെ ആ സിംഹം നേരത്തെ പറഞ്ഞ ആ സിംഹമാണെങ്കിൽ അവള് വിശന്ന് വലിഞ്ഞ് ചത്തുപോയി. ഇതിനെയാണ് പറയുന്നത് ആര് പറഞ്ഞ് കേട്ട് കണ്ണടച്ച് விசுவசிக்கருதுன்னு. அனைவருக்கும் வணக்கம். நான் இங்கு வந்திருக்கிறது ஒரு குட்டி கதை சொல்றதுக்கு. ஒரு காட்டில் நிறைய விலங்குகள் இருந்தன. அந்த காட்டில் நடுவில் ஒரு குளம் இருந்தன. அந்த குளத்தின் பக்கத்தில் ஒரு தீவு இருந்தன. அந்த தீவில் நிறைய காய்கறிகளும் நிறைய பழங்களும் இருந்தன. அப்ப அந்த விலங்குகளுக்கு அந்த சாப்பிடணும்னு ஆசையா இருந்து. ஆனா அந்த முதலைகள் யாரையும் போக விடாது. அந்த குளத்தில் முதலைகள் இருந்தன. அப்ப ஒரு புத்திசாலி முயல் வந்து அதுல தண்ணி குடிச்சிட்டு இருந்தப்ப ஒரு முதலை அது பார்த்தப்போ ஒரு தீவு பார்த்துச்சு. அப்ப அந்த தீவுல நிறைய பழங்களும் காய்கறிகளும் இருந்தன. அப்போ அந்த முயல் அந்த முதலைகளை கூப்பிட்டு சொல்லிச்சு, முதலைகளை இன்னைக்கு காட்டின் ராஜா இன்னைக்கு ஒரு விழா நடத்துறதுக்காக கூப்பிட்டு இருக்காங்க. காட்டில் உள்ள எல்லா விலங்குகளும் இன்னைக்கு வருவாங்க. இன்னைக்கு நானும் உங்கள்கிட்ட சொல்ல போறேன், நீங்களும் இன்னைக்கு வர போறீங்க. ஆனா நீங்க வரிசையம் இல்லைங்க. அப்ப நான் எண்ணுறேன். அப்போ அது எல்லா மாட்டு வரிசையம். அப்போ அது எல்லா மாட்டு கிளியரா அது சாடி குதிச்சு அங்க போய் தண்ணி அப்ப அந்த காய்கறிகளையும் சாப்பிட்டு அப்புறம் அது கொஞ்ச நேரம் ஓய்வு எடுத்தது. அப்போ அந்த ஒரு முதல்ல கேட்டது, இந்த முயல் ஏன் இவ்வளவு நேரமா, காலமே போனது இவ்வளவு நேரமா வரலன்னு. அப்ப அது ஓடி வந்தது. அப்போ அந்த முயல் சொல்லிச்சு, எனக்கு நான் என்ன அதெல்லாம் மறந்தது, அதனால நீங்க ஒருக்க கூட கிளியரா இல்லைங்க. அப்ப நான் கிளியரா என்ன போய் சொல்லுறேன். உடனே அது எல்லாம் வரிசையணும். அப்ப அதை சாடி குதிச்சு போச்சு. அப்புறம் இதுல நீங்க என்ன கத்துக்கிட்டீங்கன்னா, முயன்றால் முடியாதது எதுவும் இல்லை. அனைவருக்கும் நன்றி. என் பெயர் கிருஷ்ணமோள். நான் 4ஆம் வகுப்பு படிக்கிறேன். கதையின் பெயர் யார் புத்திசாலி. கதாபாத்திரம் எறும்பு, சிங்கம், ஆமை, அணில். நான் தான் பலசாலி என்று சொல்லி சிங்கம் எப்பொழுது பார்த்தாலும் காடு மேடெல்லாம் தற்பெருமை அடித்து கொண்டிருந்தது. இந்த செயல் மற்ற விலங்குகளுக்கு எரிச்சல் ஏற்படுத்தியது. சிங்கத்தின் தற்பெருமையை ஒருவராலும் அடக்க முடியாமல் அடங்கி ஒடுங்கி இருந்தனர். காட்டில் ஒரு குளம் இருந்தது. அந்த குளத்தில் ஒரு நட்சத்திர ஆமை. அந்த குளத்தை ஒட்டி ஒரு ஆலமரம் இருந்தது. அந்த ஆலமரத்தில் வசித்திரன் என்ற அணில் இருந்தது. இருவரும் உயிர் தோழர்களாக இருந்த. ஒரு நாள் சிங்கம் அணிலை பார்த்து, ஏ மூடனே, நீ ஏன் மேலே நிற்கிறாய், நான் கீழே நிற்கிறேன், கீழே வந்து என்னை வணங்கு, இல்லேன் உன் தோலை உரித்து கழுகுக்கு போட்டிடுவேன். அணில் பயப்பட்டு சீக்கிரம் கீழே இறங்கி அதுக்கு வணங்கி நின்றது. சிங்கம் போயதுக்கு பிறகு அந்த நட்சத்திர ஆமை வெளியே வந்து,
ஏன் நண்பா, நீ ஏன் கவலைப்படுகிறாய்? அந்த சிங்கத்துக்கு நம்ம ஒரு பாடம் புகட்ட வேண்டும். அதை கேட்டுக்கொண்டு எறும்பு வந்து, என் நண்பர்களே, நான் வந்து உங்களுக்கு சிங்கத்துக்கு ஒரு பாடம் புகட்டுகிறேன். சிங்கம் மரத்தடியில் வந்து தூங்கும்போது அந்த எறும்பு காதில் போய் குடைந்துகிட்டு அதை கடித்து, அப்பொழுது சிங்கம் அலறி அலறி, ஒரு சின்ன எறும்பு கூட என் காதில் போய் நான் பலசாலி இல்லேன் என்று சொல்லியது. இதுலேருந்து நம்ம என்னத்தை சொல்கிறோன்னா, யாரோட உருவத்தையும் பார்த்து யாரோடையும் உடல்